ഹായ് ഓൾ, വെൽക്കം ടു ഹെമൻലീസ്. ഇന്ന് നമ്മളൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇടുന്നത്. ഇപ്പം നല്ല ട്രെൻഡായിട്ട് നിൽക്കുന്ന ഓവർലാപ്പിംഗ് വി നെക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ. സോ ഇതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ടോപ്പിൻ്റെ നെക്കാണ് വെട്ടാൻ പോകുന്നത്. സോ ടോപ്പിൻ്റെ തുണി നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് വയ്ക്കുക. ബാക്കിയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ആം ഹോളും സൈഡും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നെക്ക് പോർഷൻ മാത്രമാണ് ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഒരു 9 ഇഞ്ചസ് താഴോട്ട്, നേരെ താഴോട്ട് മാർക്ക് ചെയ്യുക നെക്ക് പോർഷൻ്റെ അവിടെ നിന്ന്. ആ മാർക്ക് ചെയ്ത അവിടെ നമുക്കൊരു 1/2 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ട് അതും മാർക്ക് ചെയ്ത് വയ്ക്കാം. അതായത് വിഡ്ത്ത് 1/2 ഇഞ്ചും ലെങ്ത്ത് 9 ഇഞ്ചും നിൽക്കുന്ന രീതിയിൽ. നെക്സ്റ്റ് ഒരു 3 അല്ലെങ്കിൽ 3.5 നമുക്ക് ടോപ്പിൽ മാർക്ക് ചെയ്യാം. അത് നമ്മുടെ നെക്കിൻ്റെ റൗണ്ട് ആണ് വരിക. സോ ഇത്തിരി സൈസ് കൂടുതലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ 4 വരെ എടുക്കാം. അല്ലെങ്കിൽ തീരെ എക്സ്ട്രാ സ്മോളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരു 3 മതിയായിരിക്കും. ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ 9 ഇഞ്ച് ലെങ്ത്തിലും 1/2 ഇഞ്ച് തിക്നെസ്സിലും വെച്ച ആ പോയിൻ്റില്ലേ, അവിടെ നിന്ന് നമ്മളിപ്പോൾ 3.5 മാർക്ക് ചെയ്ത ആ സ്ഥലത്തോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇത് വരച്ചതിന് ശേഷം നമുക്ക് ഇതിലെ ഒന്ന് നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ലൈനിങ് ഇല്ലാതെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾ ലൈനിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ലൈനിങ്ങും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വി പോർഷൻ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ 2 കട്ട് കൂടി ഇട്ട് കൊടുക്കണം. ആ വി വന്ന് അവസാനിക്കുന്ന ആ സ്ഥലത്ത് ചെറുതായിട്ട് 2 കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിലെ ബാക്കിനൊക്കെ നമ്മൾ ഹൈ കോളർ പോലെ നിൽക്കുന്ന കാരണം കൊണ്ട് അത് ഞാൻ കട്ടേ ചെയ്യുന്നില്ല. സ്ട്രെയിറ്റ് ആയിട്ട് അത് വെച്ച് അടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബാക്കും ഫ്രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കണം. നെക്കിൻ്റെ മൊത്തത്തിലുള്ള മെഷർമെൻ്റ് എടുക്കണം. എന്നാലാണ് നമുക്ക് ആ സ്ട്രിപ്പ് എത്ര ലെങ്ത്തിൽ വെക്കണമെന്ന് കിട്ടുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒരു ടേപ്പ് വെച്ച് അത് കൃത്യമായിട്ട് അളന്നെടുക്കുക. എനിക്ക് 32 ഇഞ്ചാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ 32 ഇഞ്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു 4 ഇഞ്ച് എക്സ്ട്രാ ഒരു അലവൻസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഓവർലാപ്പ് ചെയ്ത് ഈ പോർഷൻ ഉള്ളിലോട്ട് പോകും. അപ്പോൾ അത്രയും വലുപ്പത്തിൽ നമ്മൾ ഇടണം. ഒരു 3 ഇഞ്ച് വിഡ്ത്ത് വരുന്ന, ഇപ്പം നമ്മൾ മെഷർ ചെയ്ത 36 ഇഞ്ചസ് ലെങ്ത്ത് വരുന്ന ഒരു സ്ട്രിപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഞാൻ കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വെച്ച് അടിച്ചതിന് ശേഷം ലാസ്റ്റ് ഓവർലോക്ക് ചെയ്താലും മതി. ഇനി ഇത് വെച്ച് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നെക്ക് പോർഷൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ ആ കട്ട് ചെയ്ത് കൊടുത്ത് ചെറിയ 2 കട്ടിട്ട് കൊടുത്ത ആ ഭാഗത്തു നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് കറക്റ്റായി ഇത് വെച്ചടിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നെക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. എവിടെയാണോ നിങ്ങൾക്ക് ടേൺ ചെയ്യേണ്ടത് അവിടെ നമുക്ക് ക്ലോത്ത് ടേൺ ചെയ്ത് അങ്ങനെ കറക്റ്റായിട്ട് വെച്ചടിച്ച് പോവാം. ഇത് ഭയങ്കര സിമ്പിളാണ് ഇത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ബിഗിനർക്ക് പോലും നമുക്കിത് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം. ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് താഴെ എത്തുമ്പോൾ നമുക്ക് ആ കട്ട് ചെയ്ത നെക്സ്റ്റ് പോർഷൻ, നമ്മൾ 2 സൈഡിലും കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ചെറിയ വീൻ്റെ, അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡിലോട്ട് നമുക്ക് എത്താം. അവിടെ എത്തി അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ബാക്കി നിൽക്കുന്ന ഫാബ്രിക് ഉണ്ടല്ലോ നമ്മുടെ സ്ട്രിപ്പിൻ്റെ, അത് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഉള്ളിലോട്ട് തന്നെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് ചുറ്റുഭാഗം ഒന്നും കൂടി ഒന്ന് സെക്യൂർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. കഴുത്തിന് ചുറ്റും സ്റ്റിച്ച് ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടും. ഞാനങ്ങനെ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓവർലാപ്പിംഗ് വീനക്ക് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇത് ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ മെറ്റീരിയൽ സെമി മൊഡാൽ മെറ്റീരിയലാണ്. ഇത് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. 150 rupees per meter. ഈ മെറ്റീരിയൽ വാങ്ങണം എന്ന് താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. താങ്ക് യു.